തോന്നിയ ദിവസം കാണിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കൊടുത്തല്ലേ? ആര് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ? ആര് പറഞ്ഞു? എവിടാന്ന് വെച്ചാൽ പോയി തുടങ്ങണം. കടയില്ല, റെയിൽവേ ട്രാക്കില്ല, ഭൂമിക്കടിയില്ല, എവിടെ വേണേലും. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ. നിങ്ങളുടെ ഭ്രാന്തിന് മറ്റുള്ള ജീവന് ഉത്തരം പറയാൻ എനിക്ക് വയ്യ. എന്റെ ദൈവമേ. നിക്കവിടെ. ഈ സന്ധ്യയ്ക്ക് അയാളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കടപ്പുറത്ത് കൊണ്ടുപോകും തള്ളാൻ നീ അയാളുടെ ആരാ? അപ്പനോ അതോ അമ്മാവനോ? അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. ഓത്തുപോലെ നീ ഒരു മകൻ ഇവിടെ ഉള്ളപ്പോ ഈ സുഖമില്ലാത്ത മനുഷ്യനെ എങ്ങോട്ട് പോകണമെന്നും കൂടി നീ പറഞ്ഞിട്ട് പോയാൽ മതി. എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന് സ്വയം തീരുമാനിച്ച് നടപ്പാക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് വേണ്ട വേളാങ്കണ്ണിക്ക് സർക്കിട്ട് പുറപ്പെടാൻ. അച്ഛാ ആളെ ഇവിടെ. പോയി അന്വേഷിക്കേ. വേളാങ്കണ്ണി ഇതേ അവിടെ ഉണ്ട്, മോള് പോയി കൂട്ടിക്കൊണ്ടു. അതെ, സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞു. ആരും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. എന്ത് പരിഹാരം? ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയാം അച്ഛന്? രൂപ 3 ലക്ഷം വേണം പിള്ളച്ചാനെ രക്ഷിക്കാൻ. അറിഞ്ഞു. ഞാനൊന്നിറങ്ങി കൈനീട്ടിയാൽ ഇടവകയെന്ന് 19,000 പിരിയും. ബാക്കി തരാൻ നമ്മുടെ മുമ്പിൽ മിസ്റ്റർ മേനോൻ ഒരാളേ ഉള്ളൂ. മേനോനോ? അതെ, വെസ്റ്റേൺ യൂണിയന്റെ പ്രൈസ് മണി. അവർ നടത്തുന്ന സൗഹൃദ മത്സരം മറ്റന്നാളാണ്. നമ്മളത് ജയിച്ചാൽ അന്ന് തന്നെ 5:30-ക്കുള്ള ട്രെയിനിന് ഉണ്ണിപ്പിള്ളയെ വെല്ലൂരേക്ക് അയക്കാം. നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. എന്തു പറയുന്നു? അപ്പൻ അവിടെ നിന്ന് കാണുന്നില്ല. നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചേ. എനിക്ക് വയ്യ, നീ തന്നെ പോയാൽ മതി. മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ടും. മോള് വിഷമിക്കണ്ട. വേളാങ്കണ്ണി ദൂരെയൊന്നും പോവുകയല്ല. പള്ളിക്കുരിശിന്റെ മുന്നിൽ ചെന്ന് 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി വൃദ്ധസ്ഥാനത്ത് കയറി കിടപ്പുണ്ടാവും. പഴയ ചങ്ങാതികളൊക്കെ ഉണ്ടല്ലോ അവിടെ. നാളെ രാവിലെ ഞാൻ എത്തിച്ചോളാം. മോള് പോയി കിടക്കാൻ നോക്ക്. ഓ, രാവിലെ ഇവിടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയില്ലേ? അത് പിന്നെ അപ്പനെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാന്ന് കരുതി. അതിന് നിന്റെ അപ്പനോട് ഇല്ലല്ലോ? ഇല്ലേ? ഇല്ല. ഞാൻ രാത്രി ഒന്ന് തിരക്കിയപ്പോൾ എൽദോ പറഞ്ഞു വേളാങ്കണ്ണി ഇവിടെ വന്നിട്ടില്ലെന്ന്. ഞാനൊരു അരമണിക്കൂർ കാത്തതാ. പിന്നെ വിചാരിച്ചു അവിടെ ഇവിടേക്ക് ഇറങ്ങി കിടന്ന് മനസ്സ് എടുത്തപ്പോൾ അയാൾ നിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നെന്ന്. ഇന്നലെ നിന്റെ പ്രകടനം അല്പം കടന്നു പോയോന്നൊരു സംശയം. കൊച്ചു കൊച്ചു തമാശകൾക്ക് നിന്റെ ദേഷ്യം അയാൾ രസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് അല്പം കൂടിപ്പോയി. സ്വന്തം മോൻ തന്നെ ഉള്ളു വല്ലാതെ പൊള്ളിച്ചപ്പോ മുന്നിലുള്ളത് ആഴക്കടല. ഇനി വാശി പിടിച്ച് വല്ല കടുങ്കൈ ചെയ്യോ എന്റെ കർത്താവേ. ഞാൻ എത്ര നേരമായിട്ട് സൈക്കിളിനകത്ത് ഇവിടെ ഇരിപ്പാണെന്നറിയാവോ? എവിടെ പോയി കിടക്കുകയായിരുന്നു? എന്താ കാര്യം? നാഗപ്പനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. വേളാങ്കണ്ണി രാജന്റെ വീട്ടിൽ തടവില. തടവില? അറിയെന്ന്. നീ രാജനെ പൂട്ടിയ അതേ മുറിയില് പ്രതാപൻ വേളാങ്കണ്ണിയും പൂട്ടിയിട്ടിരിക്കുക. അരെ ബേവക്കൂഫ്, ഇസഹാക്കിനെ പോലുള്ള ഒരു ഫുട്ബോൾ കളിക്കാരന് നിന്റെയൊക്കെ ആയുധങ്ങൾ വെറും പുല്ല. മനസ്സിലായോ? സമ്മർ സാൾട്ട് അടിച്ച് നിന്റെ ആ കളി ഒന്ന് കാണിച്ചു കൊടുക്കടാ ഇസേ. 2 കിട്ടിയാലേ ഇവന്മാരൊക്കെ പഠിക്കും. എന്റെ അപ്പനെ നടുക്കരുത് വില പറഞ്ഞ അബദ്ധം കാണിക്കരുത്.
പ്രതാപന്റെ ദേഹത്ത് ചോര പൊടിഞ്ഞാലും നിന്റെ അപ്പന്റെ ശവശരീരമേ നിനക്ക് കിട്ടും കേട്ടാ. അതാലോചിച്ചിട്ട് മതി ആയുധം പ്രയോഗിക്കല്. അരെ വാ വാ, നീ ഇപ്പോഴും ഒരു കൊച്ചു തിമിംഗലമാണ് ദോസ്ത്. പക്ഷെ ആ തിമിംഗലത്തിനെ ചാട്ടുളി കയറ്റി തളയ്ക്കാനാ ഞങ്ങളുടെ തീരുമാനം. പണ്ട് ദേവിയെ തട്ടിക്കൊണ്ടുപോയി ചന്ദ്രേട്ടന്റെ കൊല നടത്തി. ഇപ്പൊ നിരന്തരമായി പന്ത് കളിച്ച് ഞങ്ങളെ തോൽപ്പിക്കുന്നു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ആ നാണക്കേടൊന്ന് മാറ്റണം. അതിനാ വേളാങ്കണ്ണിയെ ഞങ്ങളിപ്പോ കാണാപ്പുറത്ത് ഒളിപ്പിച്ചിരിക്കുന്നതും. നാളെയാണ് വെസ്റ്റേൺ യൂണിയന്റെ സൗഹൃദ മത്സരം. അതിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ഈ നിൽക്കുന്ന പ്രതാപനാണ് എനിക്ക് പകരം കളിക്കാറിറങ്ങുന്നത്. പക്ഷേ ആ മത്സരത്തിൽ നീ കളിക്കാറിറങ്ങാൻ പാടില്ല. നടക്കില്ല രായപ്പ. നാളെ ഞങ്ങൾ ഇറങ്ങുന്നത് വെറും ഒരു വിജയത്തിന് വേണ്ടി മാത്രമല്ല കേട്ടാ, അതിനൊരു മനുഷ്യ ജീവന്റെ വിലയുണ്ട്. അറിയാം മോനെ ഇസഹാക്കെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും. നോക്കേ, ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാ. 7 സ്റ്റാർ ജയിച്ചാൽ നിന്റെ വീട്ടിൽ വേളാങ്കണ്ണി ജീവനോടെ നടന്നു വരും. ജയിച്ചില്ലെങ്കിൽ കിട്ടുന്ന ശവമായിട്ടാ, കൊടാലിൽ പൊങ്ങുന്ന ശവമായിട്ടാ. ഇനി നിനക്ക് തീരുമാനിക്കാം. എനിക്കൊഴിഞ്ഞു വെച്ച പെണ്ണിനെയാ നീ തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ 6 വർഷവും അതിന്റെ അപമാനവും നെഞ്ചിലേറ്റ് ഞാൻ നടന്നു. അവള് പരോളിന് പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞപ്പോ ഇനി ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനാ ഞാൻ വന്നതും. ജയിലിൽ അവള് മടങ്ങി പോകുമ്പോ നീ 2 കാലും ഇല്ലാതെ എഴയണം. അതിനു വേണ്ടിയിട്ടാ ഈ കടശിക്കളി. വേളാങ്കണ്ണിയുടെ ജാമ്യം ഉള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും. വേളാങ്കണ്ണി എവിടെ? അപ്പം നാളെ വൈകിട്ട് എത്തിക്കോളൂ. നിക്ക്, നിന്റെ അപ്പം നാളെ വൈകിട്ട് വരും. പക്ഷെ അയാൾ കാരണം ജീവച്ഛവമായ തമ്പിയുടെ അച്ഛനെ നാളെ വെല്ലൂർക്ക് കൊണ്ടുപോകണം. അതിനെപ്പറ്റി നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? ഞാൻ എന്ത് പറയണമെന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും പറയാനല്ല, പ്രവർത്തിച്ച് കാണിക്കാനാണ് അച്ഛൻ പറയണത്. നാളെ ഉച്ച കഴിഞ്ഞ് കളിയാ. അത് ജയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഉണ്ണിപ്പിള്ള ചേട്ടനെ ചികിത്സയ്ക്ക് അയക്കാൻ. അത് നിങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ചതല്ലേ. നിങ്ങൾ തന്നെ കളിച്ച് ജയിച്ചാൽ മതി. ഇസഹാക്ക് നാളെ ബീച്ച് ലെവന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നാളത്തെ മാച്ചിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. എടാ മോനെ, നീ അങ്ങനെ പറഞ്ഞാണ്. കേട്ട ഭാഷ മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കാൻ നല്ല കോരിത്തരിക്കുന്ന ഭാഷ പറയേണ്ടി വരും ഇസഹാക്കിന്. ലോഹയിട്ട് നിങ്ങളോട് തോളി കയറ്റാടുന്ന ഇവരോടും എന്നെ കൊണ്ടത് പറയിക്കല്ലേ. എന്റെ സ്വഭാവം മാറ്റാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. പോവാൻ. ശരി, എങ്കിൽ നിങ്ങളെല്ലാരും കൂടെ ഇവിടെ നിൽക്കേട്ടാ. ഞാൻ പൊയ്ക്കോളാം പുറത്തേക്ക്. എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാണ്. മാനം മര്യാദയ്ക്ക് വീട്ടിലിരിക്കാതെ തള്ളയെ കാണാൻ ഇറങ്ങി പോയിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ ഇറങ്ങി പോയിരുന്നോ? ഉണ്ണിപ്പിള്ളയ്ക്ക് അപകടം വരുമായിരുന്ന? ഞാൻ എന്റെ അപ്പനെ കടലിൽ കൊണ്ട് കളഞ്ഞ് ഗതി കിട്ടാതെ അലഞ്ഞ്. എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ. നീ ഒറ്റ ഒരുത്തി. അഞ്ചാറ് വർഷം വേർപെട്ടിരുന്ന നിന്നെ ഒന്ന് കാണാൻ ആത്മാവിൽ പാപ ഏറ്റുവാങ്ങിയാണ് ഞാൻ. അതിന് ദൈവം എനിക്ക് എന്ന ശിക്ഷ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തിനെങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നങ്ങൾ 100 എണ്ണം ഉണ്ട്. 100ന് നിനക്ക് പരിഹാരം കാണാൻ പറ്റുമോ? കടലലറും പോലെ ഒരുപാട് നിലവിളികൾ ഉള്ളിച്ചുവന്ന ഞാൻ നിൽക്കുന്നു. രാത്രി മഴയില് പ്രാണം പോകും മുമ്പ് ഒരു ചെറുപ്പക്കാരന്റെ ശാപം നിറഞ്ഞ തുറച്ചുനോട്ടം. കുറ്റബോധം താളം തെറ്റിച്ചൊരു മനുഷ്യാത്മാവ് മുന്നിൽ അലഞ്ഞു നടക്കുന്നു. എന്തിനായിരുന്നു ഇതൊക്കെ? നിന്നെ കിട്ടാൻ 15 ദിവസങ്ങളെ 15 ജന്മങ്ങളായി കൊണ്ടാടാൻ.
ഇന്ന് 14ാമത്തെ രാവ്. നഷ്ടങ്ങളുടെ പകല നാളെ. നീ തിരിച്ചു പോകും. അപ്പം മടങ്ങിയെത്തുമെന്നറിയില്ല. അതിനിടയിൽ ഞാൻ എങ്ങനെ കളിക്കും, എങ്ങനെ ജയിക്കും? കാലിലൂടെ ഫുട്ബോൾ തട്ടുകയും തിരിക്കുകയും ചെയ്യണത് ഒരു കളിക്കാരന്റെ മനസ്സാ. എനിക്കതില്ലിപ്പോ. എനിക്കതില്ല. നിങ്ങൾക്കത് ഉണ്ടാവും, എന്നെ വിശ്വസിക്കേ. നിങ്ങളെ ഉള്ളിലിപ്പോ തെങ്ങോളം വലുപ്പത്തില് തിരകളാ. നേരം വെളുക്കുമ്പോ അത് അടങ്ങിക്കോളും. നേരുള്ള മുക്കോന് 100 അല്ല 1000 പ്രശ്നങ്ങൾ വന്നാലും കടലുമ്പോ തന്നെ പരിഹാരം കാണിച്ചു തരും. വാ, വീട്ടിൽ പോവാ. വേണ്ട, അപ്പൻ എവിടാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്കുള്ളൂ. നീ പൊയ്ക്കോ. കടലമ്മേ, നിന്റെ മടിയിൽ താലി കെട്ടി ജീവിതം തുടങ്ങിയവരാ ഞങ്ങൾ രണ്ടാളും. എന്റെ അമർന്നോന്റെ പ്രശ്നങ്ങൾക്ക് നീ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കണം.